പാലാ സെന്റ് തോമസ് കോളേജിലെ യുവജനോത്സവ വേദികൾക്ക് ബാബരി, പാലസ്തീൻ, മണിപ്പൂർ എന്ന് പേര് നൽകിയ SFI നീക്കത്തെ തടഞ്ഞ് കോളേജ് അധികൃതർ. പേരുകൾ പ്രദർശിപ്പിച്ച ബോർഡുകൾ നീക്കം ചെയ്തു. യുവജനോത്സവ വേദികൾ രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ വ്യക്തമാക്കി. യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന മത്സരത്തിന് 3 വേദികളാണ് ഉണ്ടായിരുന്നത്. ഈ 31-ാം തീയതി നടന്ന മത്സരത്തിന് ഇടയിൽ ഒന്നാമത്തെ വേദിയായ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഏതാണ്ട് 11:15 കർട്ടൻ താഴ്ത്തിയ സമയത്ത് ഒരു ഫ്ലക്സ് പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിനടിയിൽ ആ വേദിയുടെ പേര് പാലസ്തീൻ എന്ന് ചിത്രീകരിച്ചിരുന്നു. ഇത് കണ്ടയുടനെ അവിടെ സ്റ്റേജിന്റെ ചുമതലയുണ്ടായിരുന്നവർ അതിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടനെ തന്നെ ഞാനത് നീക്കം ചെയ്യുകയും ചെയ്തു. ആ അവസരത്തിൽ മറ്റൊരു വേദിയിൽ മണിപ്പൂർ എന്ന് ഇതുപോലെ പേരിട്ടുകൊണ്ട് ഒരു പോസ്റ്റർ വെച്ചിരിക്കുന്നതായിട്ട് പറയുകയും അതും ഞാൻ നശിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ കോളേജിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. കോളേജിൽ യാതൊരു കാരണവശാലും ആർക്കും വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ പ്രിൻസിപ്പലിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു ഫ്ലെക്സ് ബോർഡോ അല്ലെങ്കിൽ നോട്ടീസോ പ്രദർശിപ്പിക്കുവാൻ അനുമതിയില്ലാത്തതാണ്. ഇത് അനുമതിയില്ലാതെയാണ് ഈ വിദ്യാർത്ഥികൾ ഇത് ചെയ്തത്. ഇതേ തുടർന്ന് പിന്നീട് ചില വാട്സപ്പ് പോസ്റ്റുകളിൽ നിന്നും മനസ്സിലായത് പ്രിൻസിപ്പലിന്റെ ഏകാധിപത്യപരമായ പരിപാടികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുവെന്നാണ്. ഏതായാലും കോളേജ് ക്യാമ്പസിനുള്ളിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രതിഷേധവും നടന്നിട്ടില്ല. അത് അനുവദനീയവുമല്ല. കാരണം പാലാ സെന്റ് തോമസ് കോളേജ് ക്യാമ്പസ് രാഷ്ട്രീയത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസാണ്. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇത് കേരളമാണ്, ഇവിടെ എന്തും നടക്കും എന്ന് തെളിയിക്കുകയാണ് ഇങ്ങനെ SFI ബാബരി, പാലസ്തീൻ, മണിപ്പൂർ എന്നൊക്കെ വേദികൾക്ക് പേരുകൾ നൽകുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ധീരമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ വ്യക്തമാക്കിയതുപോലെ അങ്ങനെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെയൊന്നും വകവെച്ച് കൊടുക്കില്ല എന്ന നിലപാട് തന്നെ ധീരമായി തന്നെ കോളേജ് അധികൃതർ എടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും പ്രിൻസിപ്പൽ പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോന്റെ വാക്കുകളിൽ നിന്ന് എല്ലാം വ്യക്തമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് സംബന്ധിച്ച്, അതായത് കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വേദികൾക്ക് 3 വേദികൾക്ക് പലസ്തീൻ എന്നും ബാബരി എന്നും മണിപ്പൂർ എന്നും പേര് നൽകിക്കൊണ്ടുള്ള നീക്കം SFI നടത്തിയത്. എന്നാൽ ഇത് ഈ സ്റ്റേജുകൾക്ക് മുമ്പിൽ ഇത്തരത്തിൽ ബോർഡുകൾ പ്രദർശിപ്പിച്ച ഉടനെ തന്നെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ കോളേജ് അധികൃതരും എല്ലാം ഇടപെട്ടുകൊണ്ട് അത് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ SFI രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പ്രതിഷേധം സംഘടിക്കുമെന്നും എല്ലാം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പളുടെ വാക്കുകളിൽ നിന്ന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. കോളേജ് അത്തരം പ്രതിഷേധങ്ങൾ അംഗീകരിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യാതൊരു വിധത്തിൽ കോളേജ് അധികൃതരുടെയോ മറ്റോ അനുമതി വാങ്ങാതെയാണ് ഇത്തരത്തിൽ അവിടെ ബോർഡുകൾ പ്രദർശിപ്പിച്ചതെന്നും വേദികളുടെ പേര് നിശ്ചയിച്ചതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രിൻസിപ്പളുടെ വാക്കുകളിലൂടെ. അതായത് ഇത്തരത്തിൽ തന്നിഷ്ടം സ്വന്തം രാഷ്ട്രീയം വിദ്യാർത്ഥികൾക്കിടയിൽ കുത്തിവെക്കുന്ന ഒരു നടപടി തന്നെയായിരുന്നു SFI നടത്തിയത്. സമാധാനപരമായി പുരോഗമിക്കുന്ന കോളേജിലെ അധ്യയനത്തെ എല്ലാം കളങ്കപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്താനുള്ള നീക്കമാണ് SFIയുടെ ഭാഗത്തുനിന്ന് എന്ന് ഇതിനോടകം തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ മത പുരോഹിതരുടെ പേരിലുള്ള വേദികൾക്കാണ് ഇത്തരത്തിൽ SFI പലസ്തീൻ എന്നും മണിപ്പൂർ എന്നും അതുപോലെ തന്നെ ബാബരി എന്നും പേര് നൽകിയത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കൃത്യമായ നടപടിയിലേക്ക് കോളേജ് അധികൃതർ നീങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെതിരെയുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും കോളേജിനകത്ത് അനുവദിക്കില്ല എന്ന ധീരമായ നിലപാടും കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു SFIയുടെ ഈ നീക്കത്തെ കോളേജ് അധികൃതർ വിദഗ്ധമായി തന്നെ അല്ലെങ്കിൽ അനുയോജ്യമായ രീതിയിൽ തന്നെ തടഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിൽ മിഥുൻ, ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകാൻ കോളേജ് അധികൃതർ തീരുമാനിച്ചിട്ടുണ്ടോ? കാരണം സമൂഹത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിപത്തുണ്ടാക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് SFI പോയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പരാതി നൽകുന്നതിനെക്കുറിച്ച് കോളേജ് അധികൃതർ ആലോചിക്കുന്നുണ്ടോ? സ്വന്തം നിലയ്ക്ക് കേസെടുക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? സാധ്യമായ നടപടികളിലേക്ക്
എന്നുള്ളത് തന്നെയാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഏതെല്ലാം തരത്തിലേക്ക് നടപടി നീങ്ങുമെന്നുള്ളത് കോളേജിന്റെ മറ്റ് ക്രമസമാധാന അന്തരീക്ഷത്തെ എല്ലാം ബാധിക്കാത്ത വിധത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ പ്രത്യേകിച്ച് ക്യാമ്പസ് രാഷ്ട്രീയം അനുവദീയമല്ലാത്ത കോളേജിനകത്ത് വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നടപടികൾ ഇത്തരത്തിൽ ഈ കോളേജിന്റെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രിൻസിപ്പലിന്റെയോ അനുമതിയില്ലാതെ വേദികൾക്ക് പേരിട്ട നടപടി അതിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾക്കെതിരെ കൂടുതൽ അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അതിന്റെ തുടർ നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് നടപടികളിലേക്ക് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പാലാ സെന്റ് തോമസ് കോളേജിലും SFI പതിവ് പോലെ തന്നെ ഒരു വിദ്വേഷ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ബാബരി, അതുപോലെ തന്നെ മണിപ്പൂർ, പാലസ്തീൻ എന്നീ പേരുകൾ യുവജനോത്സവ വേദികൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ കോളേജ് അധികൃതർ വളരെ ധീരമായ നിലപാട് തന്നെ സ്വീകരിച്ചു. ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് കോളേജ് അധികൃതർ സ്വീകരിച്ചത്. ഇതിനെ തുടർന്ന് SFIക്ക് ഈ ബാനറുകൾ മാറ്റേണ്ടി വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് മിഥുൻ.